കേരള ഫുട്ബോൾ ഫോറത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചമലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വാങ്ങാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കുക എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് വെച്ചാൽ. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വാങ്ങാൻ വേണ്ടി ലുലു ഗ്രൂപ്പും പിന്നെ കാലിക്കറ്റ് എഫ്സിയുടെ ഉടമകളെ IBS സോഫ്റ്റ്വെയർ കമ്പനിയും കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വാങ്ങാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന കാര്യത്തിൽ മർക്കസ് മർലാനെ പോലുള്ള എല്ലാവരും പറയുന്നത് നമ്മളെ ലുലു ഗ്രൂപ്പ് രംഗത്ത് ഇതുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് വാങ്ങാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ചെക്കന്മാരെ. അതുകൂടാതെ IBS സോഫ്റ്റ്വെയർ കമ്പനി ഈയിടയ്ക്ക് ഒരു മീറ്റിംഗിൽ പറഞ്ഞത് തുക പുറത്തുവിട്ടിരിക്കുകയാണ് വെച്ചാൽ 60 കോടി മുതൽ 80 കോടി വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വാങ്ങാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ചിരിക്കുന്ന തുക എന്ന് വെച്ചാൽ 200 കോടി രൂപയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ചിരിക്കുന്ന തുക. അപ്പം ഇത് അനുകൂലമായില്ലെങ്കിൽ അവർ ഒന്നില്ലെങ്കിൽ 2 ആഴ്ചത്തേക്കും കൂടെ സമയം ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു വ്യക്തത വരുന്ന റിപ്പോർട്ട് വരും വെച്ചാൽ. അതുകൂടാതെ അഥവാ അത് നടന്നില്ലെങ്കിൽ ലുലു ഗ്രൂപ്പും പിന്നെ IBS സോഫ്റ്റ്വെയർ കമ്പനി കൂടെ ഒരുമിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വാങ്ങാൻ വേണ്ടിയുള്ള പദ്ധതികളും ഇടുന്നുള്ളത് നമ്മൾ അറിഞ്ഞാണ് മച്ചാരെ. അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ള വെച്ചാൽ പറയാൻ വെച്ചാൽ. അപ്പം പനിയൊക്കെയാണ് ഇത്ര ദിവസം വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്നോട്ട് എല്ലാ ദിവസവും വീഡിയോ ചെയ്ത് വരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാൻ പറ്റാതെ. അപ്പം ഒത്തിരി വീഡിയോ ചെയ്യാം. ഓക്കെ, മറ്റൊരു വീഡിയോ കാണുന്നത്. ബൈ ഫുട്ബോൾ ലോകം.